بسم الله الرحمن الرحيم. قال ربنا إننا نخاف أن يفرط علينا أو أن يطغى قال لا تخافا إنني معكما أسمع وأرى قال لا تخافا إنني معكما أسمع وأرى فأتياه فقولا إنا رسولا ربك فأرسل معنا بني إسرائيل ولا تعذبهم قد جئناك بآية من ربك والسلام على من اتبع الهدى إنا قد أوحي إلينا أن العذاب على من كذب وتولى. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 996 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 45 മുതൽ 48 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال ربنا إننا نخاف أن يفرط علينا أو أن يطغى قال لا تخافا إنني معكما أسمع وأرى فأتياه فقولا إنا رسولا ربك فأرسل معنا بني إسرائيل ولا تعذبهم قد جئناك بآية من ربك والسلام على من اتبع الهدى إنا قد أوحي إلينا أن العذاب على من كذب وتولى. صدق الله العلي العظيم. സൂറത്ത് ത്വാഹയിലെ 45 മുതൽ 48 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാമിനെ അല്ലാഹു ഫറവോയുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്ന പ്രവാചകനായി നിയോഗിച്ച് ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഫറവോയുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്ന ആ കാര്യം അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഭാഗമാണ് സൂറത്ത് ത്വാഹയിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അദ്ദേഹത്തോട് സംസാരിച്ച വാക്കുകൾ നമ്മൾ ഇന്നലെ വായിച്ച ഭാഗത്ത് നമ്മൾ കാണുകയുണ്ടായി. അവിടെ അവസാനമായിട്ട് പറഞ്ഞു വെച്ചത് ഇദ്ഹബ് അൻത വഅഖൂക ബിആയാതി, നീയും നിന്റെ സഹോദരനും ചേർന്ന് എന്റെ ദൃഷ്ടാന്തങ്ങളുമായിട്ട് പോവുക. വലാ തനിയ ഫീ ദിക്രി, എന്നെ സ്മരിക്കുന്നതിൽ നിങ്ങൾ യാതൊരു വീഴ്ചയും വരുത്തരുത്, അമാന്തവും വരുത്തരുത്. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗ, നിങ്ങൾ ഇരുവരും ഫറവോയുടെ അടുക്കലേക്ക് പോവുക, അവൻ തീർച്ചയായിട്ടും ധിക്കാരിയായി മാറിയിരിക്കുന്നു എന്നാണ്. എന്നിട്ട് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, അവനോട് മയത്തിൽ സംസാരിക്കുക. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, ഒരുപക്ഷെ അവൻ ഉത്ബോധനവും സതുപദേശവും ഒക്കെ ഉൾക്കൊള്ളുന്നവനായി മാറിയേക്കാം, അതല്ലെങ്കിൽ കാര്യങ്ങളുടെ അനന്തരഫലത്തെ ഓർത്ത് ഭയമുള്ളവനായി എന്നും വന്നേക്കാം. ഈ രണ്ടിലൊരു സാധ്യത ഉണ്ടാകാം എന്നാണ് അല്ലാഹു മൂസ അലൈഹിസ്സലാമിനോട് ഈ ഘട്ടത്തിൽ പറയുന്നത്, ഫറവോയെ പരാമർശിച്ചുകൊണ്ട്. പലയിടങ്ങളിലായിട്ട് നമ്മൾ ഫറോവയെ പരാമർശിച്ചുകൊണ്ട് ഇന്നഹു തഗ
എന്ന വിധത്തിൽ പറയുന്നത് കാണുകയുണ്ടായി. അവൻ വലിയ താഹൂത്തായി മാറിയിരിക്കുന്നു, ധിക്കാരിയായി മാറിയിരിക്കുന്നു എന്നൊക്കെയാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത് എന്നതും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ദൈവിക നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വേച്ഛാധിപത്യത്തോടുകൂടി അഹന്തയോടുകൂടി സ്വന്തം ഇച്ഛ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നവനായിട്ട് അധികാരം കൈയാളുന്ന ഒരു ശക്തിയെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരാളെയാണ് താഗൂത്ത് എന്ന് സൂചിപ്പിക്കാറുള്ളത്. താഗൂത്ത് ഒരു വ്യവസ്ഥയാകാം, അതേപോലെ തന്നെ ഒരു വ്യക്തിയും ഒക്കെ ആകാം. അള്ളാഹുവിന്റെ നിയമങ്ങളെ വിലമതിക്കാതെ ധിക്കാരപൂർവം സ്വയം ചമച്ചുണ്ടാക്കിയ അടിത്തറകളിൽ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പിന്തുടർന്നുകൊണ്ട് ആളുകളെ അടക്കി വാഴുന്ന, ദൈവിക വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയും ദൈവിക നിയമങ്ങളെ കാറ്റിൽ പറത്തുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം, ഒരു ശക്തി, ഒരു വ്യവസ്ഥ, അതാണ് താഗൂത്ത് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. അത് ദൈവേതര ശക്തികളാണ്. പൈശാചികമായ ഒത്തുകൂടലും പൈശാചികമായ കരുത്ത് കാണിക്കലും ഒക്കെ ആണ് അതുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. ഫറോവയുടെ കാര്യത്തില് ഈ സൂറത്ത് തോഹയിൽ തന്നെ നമ്മൾ പിന്നിട്ട ഭാഗത്ത് 2-3 തവണ ഈ വിധത്തിൽ പരാമർശിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. ഇന്നഹു തൊഹ, അത് ചരിത്രത്തിൽ ഫറോവ എത്ര വലിയ ധിക്കാരിയായിരുന്നു എന്നത് മനസ്സിലാക്കാൻ നമുക്ക് ഒരു എളുപ്പ സാധ്യത ഉണ്ടാക്കി തരുന്ന ഒരു പ്രയോഗമാണ്. വിശുദ്ധ ഖുർആനിൽ ഫറോവയെ കുറിച്ച് മാത്രമാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയതായിട്ട് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ഫറോവയോട് പോലും മയത്തില് സംസാരിക്കണം. ഒന്നുകിൽ സതുപദേശം അവന് ഉപകരിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ താക്കീദിന്റെ, മുന്നറിയിപ്പിന്റെ, ശിക്ഷയെക്കുറിച്ചുള്ള ഭയപ്പെടുത്തലിന്റെ ആ സംസാരം, അതിനെക്കുറിച്ചുള്ള താക്കീത്, അത് അയാൾക്ക് പ്രയോജനം ചെയ്തെന്ന് വരാം എന്നാണ് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനോട് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതിനെ തുടർന്ന് മൂസ അലൈഹി ഇസ്ലാം എങ്ങനെ പ്രതികരിച്ചു, അദ്ദേഹത്തിന്റെ സഹോദരൻ എങ്ങനെ പ്രതികരിച്ചു എന്നതൊക്കെയാണ് തുടർന്നുള്ള ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകളിൽ വ്യക്തമാക്കപ്പെടുന്നത്. ഖാല, അവരിരുവരുമായി പറയുകയുണ്ടായി. ഖാല, അവര് രണ്ടുപേരും ഒരുമിച്ച് പറയുകയുണ്ടായി. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: റബ്ബന ഇന്നന നഖാഫു അൻ യഫ്റുത അലൈന, ഞങ്ങളുടെ നാഥ, അവൻ ഞങ്ങളോട് വലിയ അവിവേകവും അതിക്രമവും ഒക്കെ കാണിച്ചു കളയും എന്ന് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു ഭയപ്പാടിലാണ്. ഖാല, അവര് രണ്ടുപേരും പറയുന്നത് റബ്ബന ഇന്നന നഖാഫു അൻ യഫ്റുത അലൈന ഔ അൻ യത്ഗ, അയാളുടെ സ്വേച്ഛാധിപത്യപരമായ അതിക്രമം അയാള് ഞങ്ങളുടെ നേരെ കാണിച്ചേക്കും, അയാൾ ഞങ്ങളോട് അവിവേകം ചെയ്യാൻ ഇടയുണ്ട് എന്നൊക്കെയാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്. അയാളുടെ അധികാര കേന്ദ്രത്തിൽ ചെന്ന് അയാളോട് അള്ളാഹുവിന് വഴിപ്പെടാൻ വേണ്ടി ആവശ്യപ്പെടുന്ന മുറക്ക് അയാള് വലിയ പരാക്രമിയായി മാറാൻ സാധ്യതയുണ്ട്. അയാൾ വളരെ ധിക്കാരപരമായിട്ടും അക്രമപരമായിട്ടുമൊക്കെ പ്രതികരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഇതാണ് മൂസ അലൈഹി ഇസ്ലാമും ഹാറൂൻ അലൈഹി ഇസ്ലാമും ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയുന്നത്. ഇതിൽ ചരിത്രപരമായ ഒരു ചേർത്തു വായിക്കലിന് നമ്മൾ സന്നദ്ധരാവണം. ഖുർആന്റെ ഒരു ശൈലി എന്നത് ഒരു സംഭവം അതിന്റെ പൂർണ്ണതയോടുകൂടി ആയിടത്ത് പറയുക എന്നതല്ല. അതിന്റെ വിശദാംശങ്ങൾ വിട്ടുകളയാൻ അല്ലെങ്കിൽ ചേർത്ത് വായിക്കാൻ വായനക്കാരന് അവസരം കൊടുത്തുകൊണ്ട്
അതിനൊരു ഇടം ബാക്കിയാക്കിക്കൊണ്ട് പറയുന്ന ഒരു ശൈലി ഖുർആനിലെ പലയിടത്തും കാണാൻ കഴിയും. അതേപോലെ തന്നെ ഒരു ആശയപരമായ തുടർച്ചയുള്ള ഒരു കാര്യം അത് ഒരുപക്ഷെ പിൽക്കാലത്ത് മറ്റൊരിടത്ത് മറ്റൊരു സന്ദർഭത്തിലൊക്കെ ഉണ്ടായതാണെങ്കിലും അത് ഇതിനോടങ്ങ് ചേർത്ത് പറയുന്ന ഒരു രീതി പലയിടത്തും ഖുർആൻ അതിന്റെ വിവരണ ശൈലിയിൽ പാലിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെയും അങ്ങനെ ഒരു സംഗതിയായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മദിയനിൽ നിന്ന് ഈജിപ്തിലേക്ക് മടങ്ങുകയായിരുന്ന മൂസ അലൈഹിസ്സലാം തടഞ്ഞു നിർത്തപ്പെട്ടു. ഒരു തീയുണ്ടാക്കപ്പെട്ട ഇടത്തേക്ക് ആകർഷിക്കപ്പെട്ടു. അവിടെ ചെന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു അനുഭവമാണ് അദ്ദേഹത്തിന് ഉണ്ടാവുന്നത്. ആ ഘട്ടത്തില് മൂസ അലൈഹിസ്സലാം തനിച്ചാണ്. കുടുംബത്തെ പോലും പുറകില് നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ആ യാത്രയിൽ ഹാറൂൻ അലൈഹിസ്സലാം അദ്ദേഹത്തോടൊപ്പം ഇല്ല. 8-10 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ നിന്ന് ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഒളിച്ചോടി പോയതാണ് മൂസ അലൈഹിസ്സലാം. പോകുന്ന ഘട്ടത്തില് അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂൻ, അതുപോലെ സഹോദരി, അദ്ദേഹത്തിന്റെ ഒരു ചെറിയ മരപ്പെട്ടിയില് ഒരു ശിശുവായ ഘട്ടത്തിൽ എടുത്തു വെച്ച് പുഴയിലൂടെ ഒഴുക്കി വിട്ട നേരത്ത് ആ പെട്ടി എങ്ങോട്ടാണ് ഒഴുകിയെത്തുന്നത് എന്നത് നിരീക്ഷിക്കുന്നതിന് വേണ്ടി പുറകെ പോയ ഒരു സഹോദരിയുടെ കാര്യം ഖുർആൻ പരാമർശിച്ച് നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ ഹാറൂൻ, ഇവരുടെ മൂസ അലൈഹി ഇസ്ലാമിന്റെയും സഹോദരങ്ങളുടെയും ഉമ്മ, ഈ 3 പേര് ഖുർആൻ ഈ 3 പേരെയും പരാമർശിക്കുന്നുണ്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ കഥാവിവരണത്തിന്റെ ഭാഗമായി. ഇവരിൽ മൂസ അലൈഹി ഇസ്ലാം മാത്രമാണ് മദീനയിലേക്ക് പലായനം ചെയ്യുകയുണ്ടായത്. ബാക്കിയുള്ളവർ ഈജിപ്തിൽ തന്നെ തുടരുകയായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കുടുംബവുമായി മൂസ അലൈഹി ഇസ്ലാമിന് സന്ധിക്കാൻ കഴിയുന്നത് 8-10 വർഷങ്ങൾക്ക് ശേഷമാണ്. പ്രവാസം അവസാനിപ്പിച്ച് അദ്ദേഹം ഈജിപ്തിൽ മടങ്ങിയെത്തിയ ഘട്ടത്തിലാണ് സഹോദരന്, സഹോദരി, ഉമ്മ ഇവരോടൊക്കെ ഒത്തുചേരാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. ഇവരിൽ ആരൊക്കെ ആ ഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നത് ഖുർആന്റെ സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സഹോദരിയും ഉമ്മായും ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ എന്നത് ഖുർആന്റെ വിവരണത്തിൽ നിന്ന് വ്യക്തമല്ല. എന്നാൽ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാം തൽമൂദിന്റെ വിവരണ പ്രകാരം മൂസ അലൈഹി ഇസ്ലാമിനേക്കാൾ 3 വയസ്സ് പ്രായം കൂടുതലുള്ള സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാം അദ്ദേഹത്തോടൊപ്പം ദൗത്യം നിർവഹിക്കുന്നതിന് അള്ളാഹു അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹം ഒരു പ്രവാചകനായിക്കൊണ്ട് തന്നെ ആ ദൗത്യത്തിൽ പങ്കാളിയായി രംഗത്ത് വരികയും ചെയ്തു എന്നത് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ ഈ സംസാരത്തിനോട് പ്രതികരിച്ചുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമും സഹോദരൻ ഹാറൂൻ അലൈഹി ഇസ്ലാമും ഒരുമിച്ച് നൽകുന്ന മറുപടി, റബ്ബന ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈന ഔ അൻ യത്ഗ. ഈ മനുഷ്യൻ, ഈ ഫറോവ ഞങ്ങളോട് അവിവേകം കാണിക്കുവാനോ അതിക്രമത്തിന് മുതിരാനോ ഒക്കെ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ ആശങ്കിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇത് പറയുന്നത് ഈ തൂർ സൈനാ പർവ്വതത്തിന്റെ പരിസരത്ത് തുവാ താഴ്വരയിൽ അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ച നടന്ന ഘട്ടത്തില് ആണ് എന്ന് സങ്കല്പിക്കുക നമുക്ക് സാധ്യമല്ല. മറിച്ച് മൂസ അലൈഹിസ്സലാം ഈജിപ്തിലേക്ക് തിരികെ എത്തി സഹോദരനുമായി സന്ധിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ നിർദ്ദേശത്തിന് പ്രതികരിച്ചുകൊണ്ട് അവര് ഒരുമിച്ച് അള്ളാഹുവിനോട് സംസാരിച്ച കാര്യമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അതിന്റെ അനിതര സാധാരണമായ ശൈലിയുടെ ഭാഗമായിട്ട് ഈ
ചരിത്ര സംഭവം കൂടി അതിനോട് ചേർത്ത് പറയുകയാണ്. കാരണം അതിന് ആശയപരമായ ഒരു തുടർച്ചയുണ്ട്. അതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഈ ആശയപരമായ തുടർച്ചയ്ക്ക് വിഘ്നം വരുത്തുന്ന ഒരു സംഗതിയല്ല. അതുകൊണ്ട് ഇവരിരുവരും സംസാരിക്കുന്ന അള്ളാഹുവിനോട് പ്രതികരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരാശങ്കയുണ്ട്. ഈ ഭരണാധികാരിയായ ഫറോവ ഞങ്ങളോട് അതിക്രമം കാണിക്കുവാനും അവിവേകം കാണിക്കുവാനും ഒക്കെ മുതിർന്നെന്ന് വരും എന്ന് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്നാണ് അവര് ഇരുവരും അള്ളാഹുവിനോട് ബോധിപ്പിക്കുന്നത്. കാല ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് അള്ളാഹു ഇങ്ങനെയാണ് അരുളുന്നത്. ലാ തഖാഫ, നിങ്ങൾ ഇരുവരും ഭയപ്പെടേണ്ട, നിങ്ങൾ ഇരുവരും പേടിക്കേണ്ട. ഇന്നനീ മഴക്കുമ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ഇന്നനീ മഴക്കുമ, നിങ്ങളോടൊപ്പം തീർച്ചയായിട്ടും ഞാനുണ്ട്. അസ്മാഉ വ അറ, കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഇരുവർക്കും ധൈര്യം പകർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത്. അസ്മാഉ വ അറ, കേൾക്കുകയും കാണുകയും ചെയ്യുന്ന, കാര്യങ്ങളിൽ ആവശ്യത്തിനനുസരിച്ച് ഇടപെടുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ, ഈ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു മൂസ അലൈഹിസ്ലാമിനെയും ഹാറൂൻ അലൈഹിസ്ലാമിനെയും നിയോഗിച്ചയക്കുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ഫറോവയെ പോലെ ചരിത്രത്തിലെ വളരെ വ്യത്യസ്തനായ ഒരു ഏകാധിപതി, ഒരു സ്വേച്ഛാധിപതി, ആ സ്വേച്ഛാധിപതിയെ നേരിൽ ചെന്ന് കണ്ട് കാര്യങ്ങള് വ്യക്തമായി അവതരിപ്പിക്കുക എന്നത് ഭൂമുഖത്ത് കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ആരുടെ കാര്യത്തിലും മുട്ടുവിറയ്ക്കൽ ഉണ്ടാകാൻ കാരണമാകുന്ന, അധൈര്യം ഉണ്ടാക്കാൻ കാരണമാകുന്ന ഒരു സംഗതിയാണ്. രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, അധികാരമില്ലാത്ത ഒരാളാണ് ഭൂമുഖത്ത് ഏറ്റവും വലിയ അധികാരം കൈയടക്കി വെച്ചിരിക്കുന്ന ആളുടെ അടുക്കലേക്ക് കയറി ചെല്ലേണ്ടി വരുന്നത്. രണ്ടാമത്തത്, കടുത്ത ധിക്കാരിയായിട്ടാണ്, കടുത്ത അഹങ്കാരിയായിട്ടാണ് ഫറോവ ആ കാലത്ത് ലോകത്തെ അടക്കി വാണുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തില് അയാളുടെ അധികാര കേന്ദ്രത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അയാളെ മൂക്കുകുത്തി പിടിച്ചു നിർത്തിക്കൊണ്ട് അയാളെ ചില കാര്യങ്ങൾ കേൾപ്പിക്കുന്ന വിധത്തിലാണ് ഒരു ഇടപെടല് നടത്താൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. സൗമ്യമായി മയത്തിലൊക്കെ തന്നെയാണ് പറയേണ്ടതെങ്കിലും പറയുന്ന കാര്യത്തിൽ യാതൊരു മയപ്പെടുത്തലും ആ ആശയപരമായ ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാത്ത വിധത്തിലാണ് കാര്യം പറയാൻ ഇവിടെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അധികാരത്തിന്റെ എന്തെങ്കിലും പങ്ക് ഫറോവക്ക് ഉണ്ട്, ആരാധിക്കപ്പെടാൻ അയാൾ കൂടി അർഹനാണ്, അയാളെ പ്രാപിച്ചാൽ അള്ളാഹുവിലേക്ക് എളുപ്പം എത്താം എന്നൊക്കെയുള്ള വിധത്തിൽ പോലും അല്ല പറയുന്നത്. അള്ളാഹു ഏകനായ പ്രപഞ്ച സൃഷ്ടാവാണ്, അവൻ മാത്രമാണ് ആരാധ്യൻ എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അടക്കി വാഴുന്ന ഈ പരിപാടി അവസാനിപ്പിച്ച് അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥക്ക് വഴിപ്പെടണം എന്ന് ഈ മനുഷ്യനോട് പറയാൻ വേണ്ടിയാണ് ഇവർ പോകുന്നത്. അത് ഫറോവയിൽ വലിയ പ്രകോപനം സൃഷ്ടിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. മൂസ അലൈഹി ഇസ്ലാമും ഹാറൂൻ അലൈഹി ഇസ്ലാമും കണക്കു കൂട്ടിയതിൽ യാതൊരു പെശകും കാണാൻ നമുക്ക് സാധ്യമല്ല. അദ്ദേഹം പൊട്ടിത്തെറിക്കാനോ അതിഭീകരമായിട്ട് പ്രതികരിക്കാനോ ഒക്കെ അത് കാരണമായെന്ന് വരും. അങ്ങനെ ഒരു ഭയം അവർക്കുണ്ട്. പക്ഷെ അള്ളാഹു അവരെ പിന്തുണച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ഒട്ടും ഭയപ്പെടണ്ട, ഈ കാര്യം നിങ്ങൾ നിർവഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിന് മേൽനോട്ടം വഹിക്കുന്നത് നാമാണ്. നിങ്ങളോടൊപ്പം ഞാനുണ്ട്. നിങ്ങൾ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടും കേട്ടും ഞാൻ നിങ്ങളോടൊപ്പം നിലകൊള്ളുന്നുണ്ട്. ഇതാണ് അവസ്ഥ. അതുകൊണ്ട്
നിങ്ങൾ ഒട്ടും ഭയപ്പെടാതെ പോയിട്ട് കാര്യങ്ങൾ നിർവഹിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഫറോവയുടെ അടുക്കിലേക്ക് പോകൂ 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 എന്ന് പലതവണ ആവർത്തിച്ച് ഖുർആനില് മൂസ അലൈഹി ഇസ്ലാമിനോട് നിർദ്ദേശിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. മൂസ അലൈഹി ഇസ്ലാം ആ കാര്യം ഏറ്റെടുത്ത് നിർവഹിക്കാൻ വളരെ ആവേശഭരിതനൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന് അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുമില്ല. അദ്ദേഹം അക്കാര്യത്തിൽ വലിയ ഭയചകിതനായ അവസ്ഥയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ നിർദ്ദേശം എന്നുള്ള നിലക്ക് അത് ഉൾക്കൊള്ളാനും ശിരസ വഹിക്കാനും അദ്ദേഹം സന്നദ്ധനായിരുന്നു എന്നതാണ് വസ്തുത. ഇത് സംബന്ധമായി ബൈബിളിലും തൽമൂദിലേക്കുള്ള സൂചനകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അത് മൂസ അലൈഹി ഇസ്ലാമിനെ എന്നല്ല, ചരിത്രത്തിൽ ഏത് പ്രവാചകത്വ ദൗത്യം ചുമതലപ്പെടുത്തപ്പെട്ട ആളുകളുടെ കാര്യത്തിലായാലും അത് അത്രയൊന്നും ആകർഷകമോ അല്ലെങ്കിൽ അഭിമാനിക്കാവുന്ന വിധത്തിലുള്ളതോ അല്ല ബൈബിളിലെയും തൽമൂദിലെയും ഒക്കെ വിവരണങ്ങൾ. മൂസ അലൈഹി ഇസ്ലാമിന് ഭയമുണ്ടായിരുന്നു എന്നതും അള്ളാഹുവിന്റെ പിൻബലം നൽകപ്പെട്ടപ്പോ അദ്ദേഹം ആ ദൗത്യം നിർവഹിക്കാൻ സന്നദ്ധനായി രംഗത്ത് വന്നു എന്നതൊക്കെയാണ് വസ്തുത. എന്നാൽ ബൈബിളിലെയും തൽമൂദിലെയും വിവരണത്തില് നിന്ന് പ്രകടമാവുന്ന അങ്ങേയറ്റത്തെ ഭീരുത്വത്തിന്റെയും സന്നദ്ധതയില്ലായ്കയുടെയും അള്ളാഹുവിനോട് അവന്റെ കൽപ്പനയും നിർദ്ദേശവും പാലിക്കാനുള്ള സന്നദ്ധത കാണിക്കാത്ത വിധത്തിൽ സംസാരിക്കുന്ന ഒരു കാര്യവും ഒക്കെയാണ് നമുക്ക് ബൈബിളിലും തൽമൂദിലും ഒക്കെയുള്ള വിവരണങ്ങളിൽ കാണാൻ കഴിയുന്നത്. പക്ഷെ ഖുർആൻ ആ നിലക്കല്ല കാര്യങ്ങളെ വിവരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. നിങ്ങൾ ഇരുവരും ഭയപ്പെടാതെ പോയി കാര്യം ചെയ്യുക, നിങ്ങളോടൊപ്പം ഞാനുണ്ട്, കേൾക്കുകയും കാണുകയും ചെയ്യുന്നവനായിക്കൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം ഉണ്ട്. ഇതാണ് അള്ളാഹു അവരോട് പറഞ്ഞത്. ഫഅ്തിയാഹു, അതിനാൽ നിങ്ങൾ പോവുക, ഫറോവയുടെ അടുക്കിലേക്ക് നിങ്ങൾ ഇരുവരും പോവുക. ഫഖൂല, എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് പറയുക, ഇന്നാ റസൂല റബ്ബിക, ഫറോവയോടാണ് പറയേണ്ടത്, നിന്റെ റബ്ബിന്റെ, നിന്റെ രക്ഷിതാവിന്റെ 2 ദൂതന്മാരാണ് ഞങ്ങൾ. ഇതാണ് പറയേണ്ടത്. ഇന്നാ റസൂല റബ്ബിക, ഇന്നാ റസൂല, റസൂലാൻ എന്നതിന്റെ ചുരുക്കമാണ് റസൂല എന്നത്. 2 ദൂതന്മാർ. അപ്പോ നിശ്ചയമായിട്ടും ഞങ്ങൾ ഇരുവരും നിന്റെ നാഥന്റെ ദൂതന്മാരാണ്. അതിൽ 2 കാര്യങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണ്. ഒന്ന്, ഫറോവക്കൊരു നാഥനുണ്ട്, അന റബ്ബുക്കുമുൽ ആല എന്ന് പറഞ്ഞ ധിക്കാരിയാണ് അയാള്. നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ റബ്ബ് ഞാനാണ് എന്ന് പറഞ്ഞ് നിഗളിച്ച് ഞെളിഞ്ഞു നിന്ന ആ സ്വേച്ഛാധിപതിയോട് പറയുന്നത്, നിന്റെ റബ്ബിന്റെ ദൂതന്മാരായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ്. രണ്ടാമത്തെ കാര്യം, ഈ വന്നിരിക്കുന്ന 2 പേരും അള്ളാഹുവിന്റെ ദൂതന്മാരാണ് എന്നതുകൂടി സ്ഥാപിതമാവുകയാണ്. ഒന്ന്, ഫറോവക്കൊരു നാഥനുണ്ട്, മറ്റെല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യരിൽപ്പെട്ട മനുഷ്യ സമൂഹത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഒക്കെ ഒരു റബ്ബുള്ള പോലെ ഫറോവക്കും ഒരു റബ്ബുണ്ട്. ഫറോവ എല്ലാറ്റിന്റെയും മുകളിൽ കയറിയിരിക്കുന്ന അധിപനല്ല. ഫറോവ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വെറും സൃഷ്ടി മാത്രമാണ് എന്നതാണ് ഒന്നാമതായി ബോധ്യപ്പെടുത്തപ്പെടുന്നത്. ആ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ദൂതന്മാരായി സന്ദേശവാഹകരായി വന്നവരാണ് ഞങ്ങൾ ഇരുവരും എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് ഫഅർസിൽ മഅന ബനി ഇസ്രായീൽ, ഇസ്രായേലിന്റെ മക്കളെ ഞങ്ങളോടൊപ്പം അയക്കണം. അതിനാൽ ഇസ്രായേലിന്റെ മക്കളെ ഞങ്ങളോടൊപ്പം അയക്കണം എന്നാണ് മൂസ അലൈഹി ഇസ്ലാം അവരോട്, ഫറോവയോട് പറയേണ്ട സുപ്രധാനമായ മറ്റൊരു കാര്യം. ഫറോവയോട് ഒന്നാമത് പറയുന്നത്, നിന്റെ നാഥന്റെ, നിന്റെ റബ്ബിന്റെ ദൂതന്മാരാണ് ഞങ്ങൾ ഇരുവരും. ഞങ്ങളൊരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അത് ഇതാണ്, നീ ഞങ്ങളോടൊപ്പം പറഞ്ഞു വിടണം. ആരെ? ബനി ഇസ്രായേൽ, ഇസ്രായേലിന്റെ മക്കളെ, ഞാൻ ഉൾപ്പെടുന്ന
യാക്കൂബ് അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളുകൾ ഇവിടെ അതിഭീകരമായ നരകയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ താങ്കൾ മോചിപ്പിച്ച് പറഞ്ഞുവിടണം. ഞങ്ങളോടൊപ്പം അവരെ സ്വതന്ത്രരാക്കി വിടണം. ഇതാണ് മൂസ അലൈഹി ഇസ്ലാം ഉന്നയിക്കുന്ന ആവശ്യം. അപ്പൊ നേരെ ഈ കാര്യത്തിലേക്കാണ് വന്നത് എന്നും അനുമാനിക്കുന്നത് ശരിയല്ല. നേരത്തെ പലയിടത്തുമായിട്ട് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. ഫറോവയോട് അദ്ദേഹത്തിന്റെ നാഥനായ റബ്ബിന് വിധേയപ്പെടുന്നവനായി മാറാൻ, സത്യമാർഗത്തിലേക്ക് വരാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം മൂസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ട് നിർവഹിക്കേണ്ടതുണ്ട്. നേരത്തെ അത് പലയിടങ്ങളിലും സൂചിപ്പിക്കപ്പെട്ടതുമാണ്. ഇവിടെ അള്ളാഹുവിന്റെ ദൂതന്മാരായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ ഉടനെ തുടർച്ചയായിട്ട് പറയുന്നത് ബനൂ ഇസ്രായേൽ സമൂഹത്തെ ഞങ്ങളോടൊപ്പം വിടണം എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനിടക്കുള്ള പല കാര്യങ്ങളും ഇവിടെ പരാമർശിക്കാതെ വിട്ടുകളഞ്ഞിരിക്കുകയാണ്. വേറെ ചിലയിടത്തൊക്കെ അതിന്റെ പരാമർശമുണ്ട്. ഇനി പ്രസക്തമായത്, ഈ സന്ദർഭത്തിൽ ആവശ്യമായത്, ഈ സന്ദർഭത്തില് പറയണമെന്ന് അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങൾ, അവയാണ് ഇവിടെ പ്രത്യേകം കേൾപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങള് നിന്റെ നാഥന്റെ അടുക്കൽ നിന്നുള്ള ദൂതന്മാരായി വന്നിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഫാർസിൽ മഅന ബനി ഇസ്രായേൽ, ഇസ്രായേൽ മക്കളെ ഞങ്ങളോടൊപ്പം പറഞ്ഞേക്കണം എന്നാണ് അവർ പറയുകയുണ്ടായത്. മാത്രവുമല്ല, എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ അവിടുന്ന് പോവേണ്ടി വരുന്നത് എന്നത് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടി തുടർന്ന് പറയുന്നുണ്ട്. വലാ തുഅദ്ദിബുഹും, നീ അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കരുത്, നീ അവരെ അതികിരാതമായ ശിക്ഷക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കരുത്. വലാ തുഅദ്ദിബുഹും, നീ അവരെ പീഡനങ്ങൾക്ക് ഇരയാക്കരുത്. ഖദ് ജിഅ്നാക ബിആയത്തിൻ മിർ റബ്ബിക, ഞങ്ങള് നിന്റെ അടുക്കൽ എത്തിയിരിക്കുന്നത് നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള സാക്ഷ്യങ്ങളുമായിട്ടാണ്, ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ്. ഞങ്ങൾ വെറുതെ വന്ന് പറഞ്ഞിരിക്കുകയല്ല. അള്ളാഹു ഞങ്ങളെ ചുമതലപ്പെടുത്തിയതാണ്. അതിനുള്ള ദൃഷ്ടാന്തങ്ങൾ, തെളിവായി സാക്ഷ്യങ്ങള് ഞങ്ങളുടെ അടുക്കൽ ഉണ്ട് താൻ. ഞങ്ങളെ നിയോഗിച്ചയച്ചിരിക്കുന്നത് നിന്റെ നാഥനായ അള്ളാഹുവാണ്. അതിന് തെളിവുമായിട്ട്, ദൃഷ്ടാന്തവുമായിട്ട്, പിൻബലവുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഖദ് ജിഅ്നാക ബിആയത്തിൻ മിർ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ആയത്തുമായിട്ട്, പിൻബലമായിട്ടുള്ള തെളിവുമായിട്ട്, ദൃഷ്ടാന്തവും പ്രമാണവും ഒക്കെ ആയിട്ട് ആണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. വസ്സലാമു അലാ മനിത്തബഅൽ ഹുദ, സത്യമാർഗം പിൻപറ്റിയവർക്കാണ് സമാധാനം ഉണ്ടാവുക. വസ്സലാമു അലാ മനിത്തബഅൽ ഹുദ, അധികാരം കൈയാളാൻ പറ്റിയത് കൊണ്ടോ, ജനങ്ങൾ അടക്കി വാഴാൻ സാധിച്ചത് കൊണ്ടോ, സമ്പത്ത് മുഴുവനും കൈയടക്കി വെക്കാൻ സാധിച്ചത് കൊണ്ടോ ഒന്നും ലഭിക്കുന്ന കാര്യമല്ല മനഃശാന്തി, സമാധാനം എന്നൊക്കെ പറയുന്ന കാര്യം. അത് സത്യമാർഗം, സന്മാർഗം പിൻപറ്റാൻ സാധിച്ചവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഔദാര്യമാണ്. വസ്സലാമു അലാ മനിത്തബഅൽ ഹുദ, ചേർത്ത് മനസ്സിലാക്കിക്കോളൂ. ശാന്തി സമാധാനം എന്ന് പറയുന്നത് അത് അലാ മനിത്തബഅൽ ഹുദ, സത്യമാർഗം, സന്മാർഗം പിൻപറ്റാൻ സന്നദ്ധരായവർക്കുള്ളതാണ്, അവരുടെ മേലാണ്. അപ്പോ നീ പല വിധത്തിലുള്ള സ്വാധീനമുള്ള, അധികാരമുള്ള, സമ്പത്തുള്ള, പ്രതാപമുള്ള വലിയ ആളൊക്കെ ആയിരിക്കും. പക്ഷേ അതുകൊണ്ടൊന്നും നിനക്ക് സമാധാനം കിട്ടാൻ പോകുന്നില്ല. സമാധാനം നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് ഹിദായത്ത് പിൻപറ്റുക എന്നതാണ്. വസ്സലാമു അലാ മനിത്തബഅൽ ഹുദ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സലാം പറയുന്നതിന്റെ മറ്റൊരു രൂപമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അത് ഫറോവയുടെ മേൽ ശാന്തി സമാധാനം ആശംസിക്കുന്ന ഒരു രീതിയിലല്ല, മറിച്ച് ഫറോവക്ക് കൂടി ആ ശാന്തി സമാധാനത്തിന് അവകാശിയാകാൻ ഒരു വഴിയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സലാം പറയലാണ് ഇവിടെ. അതെന്താണ്?
ഹുദ പിൻപറ്റാൻ നീ സന്നദ്ധനാണോ, നിനക്കും ലഭിക്കും ശാന്തി സമാധാനങ്ങൾ. ഇതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. വസ്സലാമു അലാ മനിത്തബഅൽ ഹുദ. സത്യമാർഗം, സന്മാർഗം പിൻപറ്റാൻ സന്നദ്ധൻ ആയത് ആരാണോ അവനുള്ളതാണ് സലാം, ശാന്തി സമാധാനം. ഇങ്ങനെയാണ് മൂസ അലൈഹി ഇസ്ലാം ഫറോവയെ കേൾപ്പിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് വളരെ വാചാലതയോടുകൂടി, വളരെ ഫലപ്രദമായി, വളരെ ആൾക്ക് ശ്രോതാവിനെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലാണ്, വളരെ ഫലപ്രദമായ രീതിയിലാണ് മൂസ അലൈഹി ഇസ്ലാം സംസാരിക്കുന്നത്. മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നേരത്തെ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ട കൂട്ടത്തില് വഹലുൽ ഉഖ്ദതം മിൻ ലിസാനി എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. എന്റെ നാവിലെ കുരുക്ക് നീ അഴിച്ചു തരണമേ എന്ന്. അത് ഉൾപ്പെടെയുള്ള മൂസ അലൈഹി ഇസ്ലാം ഉന്നയിച്ച സകല ആവശ്യങ്ങളും അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു മറുപടിയും നൽകിയുണ്ടായതാണ്. അപ്പോ ആ പ്രാർത്ഥനയെ തുടർന്ന് മൂസ അലൈഹി ഇസ്ലാമിന്റെ നാവിന്റെ കുരുക്ക് നീങ്ങുകയും വാചാലതയോടുകൂടി സംസാരിച്ചുകൊണ്ട് തന്റെ ദൗത്യം നിർവഹിക്കാൻ അദ്ദേഹത്തിന് പ്രാപ്തി ഉണ്ടാവുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുന്നതാണ് നമുക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്നതാണ് ഈ വാചാലമായ പ്രഭാഷണ ശകലം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം. അപ്പോ വസ്സലാമു അലാ മനിത്തബഅൽ ഹുദ, എന്നിട്ട് തുടർന്ന് പറയുകയാണ്, ഇന്നാ ഖദൂഹിയ ഇലൈന, നിശ്ചയമായിട്ടും ഞങ്ങൾക്ക് വെളിപ്പാട് ലഭിച്ചിരിക്കുന്നു, അന്നൽ അദാബ അലാ മൻ കസ്സബ വതവല്ല, നിശ്ചയമായിട്ടും ശിക്ഷ കളവാക്കി തള്ളിക്കളയുകയും പിന്തിരിഞ്ഞു പോവുകയും ചെയ്തവനാണ് എന്നൊരു കാര്യം കൂടി ഞങ്ങൾക്ക് വെളിപ്പാടായി ലഭിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദൂതൻ തന്റെ ദൗത്യം നിർവഹിച്ച് ജനങ്ങൾക്ക് സത്യം വെളിപ്പെടുത്തി കൊടുത്ത ഘട്ടത്തില് അത് സത്യസന്ധതയോടുകൂടി ഉൾക്കൊണ്ട് അതിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന ആളുകൾക്കാണ്, ആ ഹുദ പിൻപറ്റാൻ ഒരുങ്ങിയ ആൾക്കാണ് സലാമുള്ളത് എന്നിവിടെ പറയുകയുണ്ടായി. അതേപോലെ പറയുന്ന ഒരു കാര്യം, ആരാണോ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു പൊയ്ക്കളയുന്നത്, അതിനെ കളവാക്കി തള്ളിക്കളഞ്ഞ് പിന്തിരിഞ്ഞു പൊയ്ക്കളയുന്നത്, അവനുള്ളതാണ് അൽ അദാബ്, ശിക്ഷ എന്ന കാര്യം. അപ്പൊ ഒന്നുകിൽ അസ്സലാം അല്ലെങ്കിൽ അൽ അദാബ്, രണ്ടിലൊരു സാധ്യത എല്ലാവർക്കും നിലനിൽക്കുകയാണ്. ആ ഹുദ പിൻപറ്റിയവർക്കുള്ളത് അസ്സലാമാണ്, വിശിഷ്ടമായ ശാന്തി സമാധാനം. അത് ദൈവികമായ ഒരു ഔദാര്യമാണ്, അതാണ് അവർക്കുള്ളത്. എന്നാൽ കളവാക്കി തള്ളുകയും അതിനെ തട്ടിമാറ്റി അതിനെ പുറന്തള്ളിക്കൊണ്ട് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്നവർക്ക് അവൻ നൽകുന്നത് അൽ അദാബാണ്, കഠിനമായ ശിക്ഷയാണ് എന്നതാണ് ഇവർക്ക് വെളിപ്പാടായി അറിയിക്കപ്പെട്ടിരിക്കുന്ന കാര്യം എന്നാണ് അവർ പറയുന്നത്. ചില ചോദ്യങ്ങൾ ഇവിടെ നേരത്തെ 1-2 ദിവസം മുമ്പ് കിട്ടിയിരുന്നത് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ. അത് ഒന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയക്കപ്പെട്ട ചോദ്യമാണ്. അത് ക്ലാസിന്റെ ഭാഗമായിട്ട് ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ചോദ്യം മാത്രം ഒന്ന് കേൾപ്പിക്കാം. മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഈ നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന സമയത്ത് സഹോദരൻ ഹാറൂൻ എവിടെയായിരുന്നു? കൂടെ ഉണ്ടായിരുന്നു? പലായനം ചെയ്തിട്ടുണ്ടായിരുന്നു മൂസ അലൈഹി ഇസ്ലാമിനോടൊപ്പം അദ്ദേഹം? അതോ ഉമ്മയോടൊപ്പം ഈജിപ്തിൽ കഴിയുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ഈ ചോദ്യം. അപ്പോ ഞാൻ നേരത്തെ മൂസ അലൈഹി ഇസ്ലാമും ഹാറൂൻ അലൈഹി ഇസ്ലാമും ചേർന്ന് ഒരുമിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച കാര്യം പറഞ്ഞല്ലോ. ഖുർആനിലെ ഈ നമ്മൾ വായിച്ച ഭാഗത്ത് അടങ്ങിയ ആയത്തുകളിൽ അത് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അത് വിശദീകരിച്ച ഘട്ടത്തിൽ പറയുകയുണ്ടായി, ഈ സംഭാഷണം അല്ലെങ്കിൽ ഈ പ്രാർത്ഥന നടന്നിട്ടുണ്ടാവാൻ എല്ലാ നിലക്കും സാധ്യതയുള്ളത് മൂസ അലൈഹി ഇസ്ലാം ഈജിപ്തിൽ തിരികെ എത്തിയതിനു ശേഷമാണ്. ഈ പലായനം ചെയ്ത
ഘട്ടത്തില് മൂസ അലൈഹി ഇസ്ലാമിനോടൊപ്പം സഹോദരൻ ഹാറൂൻ അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്നില്ല എന്നതാണ് ഖുർആന്റെ സൂചനകളിൽ നിന്ന്, ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു സാധ്യത എവിടെയും സൂചിപ്പിക്കപ്പെട്ടതായിട്ട് കണ്ടിട്ടില്ല. മറ്റൊരു ചോദ്യം, ഇത് പീസ് പ്രൊഫൈലിനുള്ളതാണ്. പല കാര്യങ്ങളിലും ആവർത്തനം വരുന്നുണ്ട്, എന്നാൽ പോലും ചില കാര്യങ്ങൾ വ്യക്തത ഉണ്ടാക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നുകൊണ്ട് വായിക്കുന്നതാണ്. അള്ളാഹുവിന് അനിഷ്ടകരം എന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു തന്നെയല്ലേ ചെയ്യുന്നത്? എന്നിട്ട് അള്ളാഹു സ്വയംകൃതാനർത്ഥമായ ആ അനീതികൾക്കെതിരെ എന്തൊക്കെയോ ചെയ്തു എന്നാണ് പറയുന്നത്. എന്തൊരു വിരോധാഭാസമാണ്, അർത്ഥശൂന്യതയാണ് ഈ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഇതൊക്കെ ദൈവം പറയുന്നതാകുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പീസ് പ്രൊഫൈലിലുള്ള ആള് അദ്ദേഹത്തിന്റെ വിശ്വാസപരമായ പൊസിഷൻ ഇതുവരെ വ്യക്താക്കിയിട്ടില്ല. അദ്ദേഹം ദൈവവിശ്വാസിയാണോ? ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവമുണ്ടോ? ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം മനുഷ്യരുടെ മാർഗദർശനത്തിനായിട്ട് ദൂതന്മാരെ അയച്ചിട്ടുണ്ടായിരുന്നോ? ആ ദൂതന്മാർ ചരിത്രത്തില് അള്ളാഹു ചുമതലപ്പെടുത്തിയ ചുമതലകൾ നിർവഹിച്ച്, ദൗത്യം നിർവഹിച്ച് നിലക്കൊണ്ടിരുന്നോ? തുടങ്ങിയുള്ള കാര്യങ്ങളിലൊന്നും അദ്ദേഹം ഒരു നിലപാടിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ആവർത്തിച്ച് ഇത്തരം ബേസ്ലെസ് ആയിട്ടുള്ള നിരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുന്നത്. ആദ്യം അദ്ദേഹം ഈ സ്വന്തം അസ്തിത്വത്തെയും പ്രപഞ്ചത്തെയും ഒക്കെ ഒന്ന് നോക്കി നിരീക്ഷിച്ചിട്ട് ഒരു സ്രഷ്ടാവുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അങ്ങനെ എത്തിയതിന് ശേഷം ആണ് ഈ കാര്യങ്ങള് പഠന വിധേയമാക്കുകയോ ചിന്തക്ക് വിധേയമാക്കുകയോ ചെയ്യേണ്ടത്. അപ്പോ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഒരു തറപണി ചെയ്യിക്കാത്ത അവസ്ഥയിൽ തന്നെ മേൽക്കൂരയില് നമ്മൾ ഓട് വിരിക്കുന്നൊക്കെ പോലെയാണ് ഈ എക്സസൈസ് ആർക്കും അനുഭവപ്പെടും. തറയിട്ട് തറക്ക് ബെൽറ്റ് കെട്ടി നല്ല പില്ലറുകളിൽ കെട്ടിടം ഉയർന്നു വന്ന് നിർമ്മാണം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയതിന് ശേഷമാണ് ഓട് മേയുന്നതും പെയിന്റ് അടിക്കുന്നതും ഒക്കെ ആലോചിക്കാൻ പറ്റുക. അല്ലാത്ത വിധത്തില് ഇദ്ദേഹം ഇങ്ങനെ എയറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എയറിൽ നിന്നുകൊണ്ട് വളരെ താത്വികമായിട്ടുള്ള ഒരു നിസ്സംഗതയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അദ്ദേഹത്തിന് ഒരു തീരുമാനത്തിലേക്ക് ഉടനെ തന്നെ എത്താം. അള്ളാഹു ഇല്ല, പ്രപഞ്ചത്തിന് ഒരു നാഥനില്ല, ഞാനൊക്കെ താനെ ഉണ്ടായിട്ടുള്ളതാണ്, മരണത്തോടെ എല്ലാം തീരും എന്നൊക്കെ അദ്ദേഹത്തിന് ബുദ്ധിപരമായി ഉൾക്കൊണ്ടുകൊണ്ട് തീരുമാനിക്കാൻ സാധിക്കുന്നുവെങ്കിൽ പിന്നെ ഈ ഖുർആൻ വായിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇത് ഏകനായ ഒരു പ്രപഞ്ചനാഥനുണ്ട് എന്നത് ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ബോധ്യപ്പെടുന്ന ആളുകൾക്ക് മാർഗദർശനമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ വേദഗ്രന്ഥം. അപ്പോ ആദ്യം നിങ്ങൾ ആ വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തൂ. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അള്ളാഹു സ്വന്തം വരുത്തി വെച്ചിട്ടുള്ള അനർത്ഥങ്ങള് ബാക്കിയുള്ളവരുടെ പേരിൽ ആരോപിക്കുകയാണോ? അതല്ല ഈ ആരോപിക്കപ്പെടുന്ന ആക്ഷേപങ്ങൾക്ക് ഇരയാവുന്ന ആളുകൾക്ക് അതിൽ വല്ല പങ്കുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ തന്നെ കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല അബദ്ധവും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നുണ്ടോ ഇല്ലേ? അതോ ദൈവത്തിന്റെ സ്വയംകൃത അനർത്ഥമായിട്ട് അതിനെ കാണുകയാണോ? എന്താണ്? നിങ്ങൾ സത്യസന്ധമായി നിങ്ങളോട് തന്നെ ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിൽ പങ്കുണ്ടായിരുന്നോ ഇല്ലേ എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. മറ്റൊരാളുടെ ബോധ്യം നിങ്ങൾക്ക് ബോധ്യമാക്കി തരിക എന്നത് സാധ്യമായ സംഗതിയല്ല. സത്യം നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് വേണ്ടത്. മറ്റൊരു ചോദ്യം ഇദ്ദേഹം തന്നെ ഉന്നയിച്ചിട്ടുള്ളത്, ഫറവോനെ തുടച്ചു നീക്കാൻ കഴിയുന്ന സർവശക്തനായ അള്ളാഹു അത് ചെയ്യാതെ അയാളിൽ നിന്ന് ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് സ്വന്തം മേൽനോട്ടത്തിൽ ചെയ്യിക്കുന്നത്? ഇതൊക്കെ വിശ്വാസയോഗ്യമാണോ എന്നാണ്. അള്ളാഹു ഉണ്ടെങ്കിൽ, പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ടെങ്കിൽ
മൂസ അലൈഹി ഇസ്ലാമിനെ ദൂതനായിട്ട് നിയോഗിച്ച ആ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതില് അവിശ്വസനീയമായിട്ട് യാതൊന്നുമില്ല. അത് നിങ്ങൾക്ക് ഈ അടിത്തറയൊന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് മനസ്സിൽ അനുഭവപ്പെടുന്ന സന്ദേഹങ്ങളാണിത്. അതുകൊണ്ട് അടിത്തറ ശരിയാക്കിയിട്ട് വരിക. ഒന്നുകിൽ ഇത് സ്വീകരിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെട്ട് അത് ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ ഇത് മഹാവിഡിത്തമായ കുറെ കാര്യങ്ങളാണ് എന്ന് തീരുമാനിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി തേടി പോകാവുന്നതാണ്. മറ്റൊരു ചോദ്യം, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഒരു ധിക്കാരിയായ ഭരണാധികാരിയുടെ മുന്നിൽ നിസ്സഹായരായി നിൽക്കുന്നവരായ വ്യക്തികളല്ലോ. ഇതൊക്കെ അള്ളാഹു എന്ന അപരിമേയനായ ദൈവം സ്വന്തം മേൽനോട്ടത്തിൽ ചെയ്യുന്നു എന്നൊക്കെ ആരോപിക്കുന്നത് യുക്തിസഹമാണോ എന്ന്. നിങ്ങൾ ശ്വാസം അയക്കുന്നത് പോലും പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ്. അള്ളാഹുവിന്റെ നിശ്ചയത്തിൽ പെടാത്തതായിട്ട് യാതൊന്നും സംഭവിക്കുന്നില്ല. ഒരു തെങ്ങിൽ നിന്ന് നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു നാളികേരം താഴോട്ട് വീണ് അത് നിങ്ങളുടെ തലയിൽ പതിച്ച് നിങ്ങൾക്ക് വല്ലതുമൊക്കെ സംഭവിച്ചു പോകുന്നുവെങ്കിൽ പോലും അത് കൃത്യമായിട്ട് അള്ളാഹുവിന്റെ മേൽനോട്ടത്തിലും ശ്രദ്ധയിലും പരിഗണനയിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതില് എന്തെങ്കിലും ആകസ്മികതയോ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ നിന്ന് വെളിയിൽ പോയ വല്ല കാര്യമൊന്നുമല്ല. ഇത് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന് ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ട് ഇവിടെ പറയുന്നത് ഈ പ്രാപഞ്ചിക യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ആ സന്ദർഭത്തിൽ മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ധൈര്യം പകരലും ആശ്വസിപ്പിക്കലും ഒക്കെ ആവശ്യമാണ്. അതിന് കാരണം മൂസ അലൈഹി ഇസ്ലാം ഒരു മനുഷ്യനാണ് എന്നതാണ്. മനുഷ്യനായ ഒരു വ്യക്തിയെയാണ് അള്ളാഹു ദൂതനായിട്ട് ഇവിടെ നിയോഗിച്ച് അയച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ആശ്വസിപ്പിക്കലൊക്കെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോ ഇതൊക്കെ അള്ളാഹു എന്ന അപരിമേയനായ ദൈവം സ്വന്തം മേൽനോട്ടത്തിൽ ചെയ്യുന്നു എന്നൊക്കെ ഈ ഫറോവ ആണല്ലോ അള്ളാഹുവിന്റെ പ്രതിയോഗിയായിട്ട് ഇവിടെ അദുവുൻ ലഹു എന്ന വിധത്തിൽ ഖുർആൻ വിവരിച്ചിട്ടുള്ളത് ഫറോവയെ കുറിച്ച്. എന്റെ ശത്രു അവന്റെയും ശത്രു എന്നൊക്കെ. ഈ ഫറോവ ശ്വാസം അയക്കുന്നത് പോലും അള്ളാഹുവിന്റെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമാണ് എന്ന വസ്തുത മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വക അടിസ്ഥാനരഹിതമായ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അള്ളാഹു നേരിട്ട് ഇറങ്ങി വന്ന് നടപടിക്രമങ്ങളിൽ ഇടപെടുകയല്ല. ഈ ഭൂമിയിലെ മനുഷ്യന്റെ വാസക്കാലത്ത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള രീതി. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഫറോവ എന്നൊരു ഭീഷണി ഇല്ലാതാവാൻ കുൻ എന്ന് പറയുകയേ വേണ്ടതുള്ളൂ. ഒരു ഐസ് കട്ട പോലെ ആയിട്ട് അയാൾ നിലത്ത് കിടക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. എന്നാൽ ഈ കാര്യങ്ങള് ഇവിടെ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് അള്ളാഹു അല്ല, മനുഷ്യരാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില ഭരണാധികാരികള് വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് നിലകൊള്ളുന്നുണ്ടല്ലോ. ജനങ്ങളിലെ വലിയൊരു വിഭാഗത്തിന് പൗരത്വം ഇല്ലാണ്ടാക്കാൻ, അല്ലെങ്കിൽ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ പൗരത്വം നിഷേധിക്കുന്നവരായി അവരെ അസ്ഥിരപ്പെടുത്തി കളയും എന്നൊക്കെ ഗീർവാണം മുഴക്കുന്ന ആളുകൾ. ഈ ആളുകളെയൊക്കെ കൈകാര്യം ചെയ്യാനും ഒതുക്കി നിർത്താനോ അല്ലെങ്കിൽ അങ്ങ് കഥ കഴിച്ച് കളയാനോ ഒന്നും ഒരു പ്രയാസമുള്ള സംഗതിയല്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അള്ളാഹു ഈ ഭൂമിയിലെ കാലയളവില് മനുഷ്യരുടെ ജീവിതത്തില് അവന്റെ ഒരു നിശ്ചയപ്രകാരമുള്ള ഇടപെടൽ മാത്രമേ നടത്തുന്നുള്ളൂ. ഇവിടെ പ്ലേയേഴ്സ് ആയിട്ട് നിലകൊള്ളുന്നത് മനുഷ്യരാണ്. അതുകൊണ്ട് ഇവിടെ ആരാണ് സത്യത്തിനും നീതിക്കും നന്മക്കും വേണ്ടി നിലകൊണ്ട് ഏറ്റവും വലിയ സുഹൃതം ചെയ്യാൻ സന്നദ്ധനാവുന്നത്, മറിച്ച് ധിക്കാരവും അഹന്തയും ഒക്കെ ആയിട്ട് നിലകൊള്ളുന്നത് ആരാണ് എന്ന വിധത്തിൽ കാര്യങ്ങൾ വേർതിരിക്കപ്പെടാൻ അള്ളാഹു ഒരു അവസരം നിശ്ചയിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ പരിണിതി തീരുമാനിക്കപ്പെടുന്നത് എന്നാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദർശനം. അതുകൊണ്ട് നിങ്ങൾ ഈ പ്ലേയേഴ്സിന്റെ കൂട്ടത്തില് മനുഷ്യരെ പോലെ ഒരു പ്ലെയർ ആണ് അള്ളാഹു എന്ന് സങ്കല്പിച്ചുകൊണ്ടുള്ള ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്.
അത് അത്തരം ചോദ്യങ്ങൾ വരുന്നതിന്റെ ഒരു കാരണം അദ്ദേഹം പ്രോപ്പർ ഫൗണ്ടേഷനിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ സ്ഥാപിതമാക്കിയിട്ടില്ല എന്നതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹം ഇപ്പോഴും ഷെയ്ക്കി ഗ്രൗണ്ടിലാണുള്ളത്. അങ്ങനെ നിന്നുകൊണ്ട് ഒരു നിലപാടിലേക്ക് വരിക സാധ്യമല്ല. ഞങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലേക്ക് എത്തും. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് അനിവാര്യമാണോ? തന്നെ സൃഷ്ടിക്കുന്നതിൽ തന്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമേ പങ്കുണ്ടായിരുന്നുള്ളൂ, അതോ എന്നെ ഒരു മനുഷ്യനായിട്ട് രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ എനിക്ക് ഈ രൂപഘടനയും മനുഷ്യന്റെ ശരീരവും അതുപോലെ ചിന്താ സ്വാതന്ത്ര്യവും ഒക്കെ നൽകിക്കൊണ്ട് എന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഒരു പ്രപഞ്ച സൃഷ്ടാവ് തന്നെയാണോ എന്ന കാര്യം നിങ്ങളൊന്ന് തീരുമാനത്തിലേക്ക് എത്തും. എന്നിട്ട് ഇത്തരം ചോദ്യങ്ങളിലേക്ക് വരൂ. അപ്പോ വളരെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹൃദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.